അതേപോലെ തന്നെ ഡോക്ടർ നടത്തുന്നുണ്ട്. ക്ലാസ് കേൾക്കാനും എല്ലാവരും താല്പര്യപ്പെട്ടിരിക്കുക എന്നുള്ളതും എനിക്കറിയാം. ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകളൊക്കെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് പണ്ടാണെങ്കിൽ നമ്മളെല്ലാവരും പേടിച്ച് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഒരു ക്യാമ്പ് എന്ന് പറയുമ്പോൾ അവരെല്ലാവരും അവിടെ ഓടിയെത്തുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. കാരണം ഇന്ന് ആശുപത്രിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ ടെസ്റ്റ് നടത്തുമ്പോൾ എത്ര രൂപ ചെലവ് വരുമെന്ന്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പരമാവധി എല്ലാവരും സാധാരണക്കാരായ ജനങ്ങളായതുകൊണ്ട് തന്നെ ഒരസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊന്നും ആശുപത്രിയിൽ പോകില്ല. ഇതിൻ്റെ അവസാനം എത്തുമ്പോഴത്തേക്കാണ് നമ്മൾ പോകുള്ളൂ. അപ്പോഴേക്കും നമ്മൾ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടാവും. അപ്പോൾ അത് ഒരു മനുഷ്യനെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും അമ്മമാരെയൊക്കെ സംബന്ധിച്ച് എല്ലാം നമ്മൾ പിന്നെ ആവട്ടെ എന്നുള്ള രീതിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ അമ്മമാർ. അപ്പോൾ ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകളെല്ലാം വരുമ്പോൾ നമ്മളെല്ലാവരും അതിന് ബോധവാന്മാരായതുകൊണ്ടാണ് ഇന്നിവിടെ നമ്മളെല്ലാവരും ഓടിയെത്തുക. കാരണം പൈസ പോണ ഒരു കാര്യം ഓർക്കുമ്പോൾ ടെസ്റ്റിനൊക്കെ ഒരുപാട് പൈസ വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മളാരും പോകാനായിട്ട് ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ വരുമ്പോൾ വലിയ വലിയ ടെസ്റ്റുകളാണ് ഈ ക്യാമ്പിലൂടെ നമുക്ക് നടത്തി കിട്ടുക. അപ്പോൾ ക്യാമ്പിലൂടെ ടെസ്റ്റ് നടത്തി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അത് സമയബന്ധിതമായി ചികിത്സയിലൂടെ അത് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നടത്തുമ്പോൾ അത് നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ ഒരു കാര്യമാണ്. ആർക്കും ഈ ക്യാമ്പിലൂടെ അസുഖങ്ങളൊന്നും കണ്ടെത്താതിരിക്കട്ടെ. കണ്ടെത്തിയാൽ ഏറ്റവും നല്ല രീതിയിലുള്ള ചികിത്സ ലഭിച്ച് ഏറ്റവും പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ ഭേദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാമ്പ് ഏറ്റവും ഭംഗിയായി നടക്കട്ടെ. ഇന്നത്തെ ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സോഷ്യൽ സർവീസിന്റെ ഭാഗമായിട്ട് സന്ദർശിക്കുന്നുണ്ട്. അന്ന് 2.5 മണിക്കൂർ മല ഇറങ്ങിയിട്ട് വേണം ഈ ആദിവാസി കോളനിയിൽ എത്താൻ. അങ്ങനെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ ഒരു സന്നദ്ധ സംഘടനയായിരുന്നു. അപ്പോ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ പരിചയക്കാരാണ്, ആത്മസുഹൃത്തുക്കളല്ല. പേഴ്സണലായിട്ട് ഒത്തിരി അറിയില്ല പരസ്പരം. ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 മണിക്കൂർ മല ഇറങ്ങിയ ക്ഷീണം കൊണ്ട് അവിടെ ചെന്നപ്പോൾ ആദിവാസികൾ ഉപയോഗിക്കുന്ന ഒരു ചങ്ങാടം കണ്ടു. അപ്പോൾ എനിക്ക് കൊണ്ട് 4 പേര് ചങ്ങാടത്തേക്ക് പോയി, ഒരു 10-20 മിനിറ്റ് പോയി. ഞാൻ അവരെ തിരിച്ചു വിളിച്ച് ഈ ചങ്ങാടത്തിൽ ഞാനും കയറി. എനിക്ക് നീന്തൽ അറിയില്ലായിരുന്നു. കനാലിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന എനിക്ക് നീന്തൽ അറിയില്ലായിരുന്നു. ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ കയറി അപ്പം പോലെ ചങ്ങാടം ആടികളെ പറഞ്ഞ് ചങ്ങാടം വെച്ച് കഴിഞ്ഞാൽ മുള കൂട്ടിക്കെട്ടിയ ഒരു ചെറിയ ചങ്ങാടം. ഞാൻ പരമാവധി ശ്രമിച്ചു ബാലൻസ് നിയന്ത്രിക്കാൻ. എന്നിട്ട് പക്ഷേ കനാലിലൊക്കെ വെള്ളത്തിൽ ചാടി പരിചയമുള്ളതുകൊണ്ട് ഇത് മറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ കയറുന്നതിന് മുമ്പ് ചിന്തിച്ചിരുന്നു. ഇപ്പൊ എന്ത് പറ്റി, 10 സെക്കൻഡിനുള്ളിൽ ചങ്ങാടം പറഞ്ഞ് ഞാൻ താഴ്ത്തി പോയി. എന്നിട്ട് നേരത്തെ മനസ്സിലുണ്ടായതുകൊണ്ട് ഞാൻ കയറ് പിടിച്ചു, കയറഴിഞ്ഞു. എന്നാലും ഞാൻ എടുത്ത ശ്വാസം കൊണ്ട് താഴേക്ക് പോയി. വനത്തിലാണ്, തേക്കിന്റെ ഇല ഒക്കെ മിക്സ് ആയിട്ടുള്ള വെള്ളം കരയ്ക്ക് ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ധൈര്യം സംഭരിച്ച് ഞാൻ പയ്യെ വള്ളി വലിച്ച് ഞാൻ മുകളിലേക്ക് വന്നു. വലിയൊരു ദീർഘശ്വാസം എടുത്ത മൊബൈലിൽ വീഡിയോ ഉണ്ടാകും. കണ്ടപ്പോ എനിക്ക് തന്നെ പേടി വന്നു. നീന്തുന്നവരുമാണ്. അപ്പൊ നിങ്ങളെല്ലാവരും, ഞാൻ 2 കാര്യങ്ങൾ എപ്പോഴും പറയാറുണ്ട്. ഔട്ട് ഓഫ് കോണ്ടസ്റ്റ് ക്യാൻസർ അല്ലാതെ എന്നുവെച്ചാൽ എല്ലാവരും നീന്തൽ പഠിക്കണം. കുട്ടികളായതുപോലെ എല്ലാവരും നീന്തൽ പഠിക്കണം. അത് എങ്ങനെയാണെങ്കിലും ആറ്റിലാണെങ്കിലും കടലിലാണെങ്കിലും ഇതിന് കുറവായിരിക്കുമല്ലോ, അവിടെയൊക്കെ ഒഴുക്ക് കുറവായിരിക്കുമല്ലോ, കായലിലും കടലിലും ഒക്കെ. അപ്പം എനിക്ക് തോന്നുന്നു നദിയിൽ തന്നെ സ്വിമ്മിംഗ് പൂളിൽ നീന്തിയാലും ഓരോ നദിയിൽ തന്നെ നീന്തി പഠിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഓരോ ഒത്തിരി മരണങ്ങൾ ഇതുപോലെ സംഭവിക്കുന്ന ഞാൻ വായിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുട്ടികൾ അവിടെ എവിടെയും പോകുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങും, അവരെ പെട്ടെന്ന് അറിയാതെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശ്വാസം നൽകുന്ന, വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ക്യാമ്പാണെന്ന് താല്പര്യമില്ല. ഞാനിവിടെ വരുമ്പോൾ എൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്.